ലേഡി ബേർഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചെമ്പരത്തിപ്പൂവും അലോവേരായും ഫ്ലാക്സ് സീഡും കൊണ്ട് ഒരു ജെല്ലാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. തലമുടി നന്നായിട്ട് വളരാനും താരൻ മാറാനും മുടി നല്ല സോഫ്റ്റ് ആൻഡ് ഷൈനി ആയിട്ടിരിക്കാനും നല്ല സിൽക്ക് പോലത്തെ മുടിയാകും നമ്മൾ ഈ ജെല്ല് തേച്ച് കഴുകിക്കളയുമ്പോഴത്തേക്ക്. അപ്പം വീട്ടിൽ തന്നെ നമുക്ക് യാതൊരു പ്രിസർവേറ്റീവ്സും ചേർക്കാതെ കെമിക്കൽസ് ഒന്നും ചേർക്കാതെ തയ്യാറാക്കാവുന്ന ഒരു ചെമ്പരത്തി പൂവിൻ്റെ ജെല്ലാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യണം. ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് മറക്കാതെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ കൊടുക്കണം. അപ്പോൾ ചെമ്പരത്തി പൂവെല്ലാം നന്നായിട്ട് നമ്മളൊന്ന് കഴുകിയെടുത്ത് അതിൻ്റെ ആ പച്ച നിറത്തിലുള്ള തണ്ടും അതിൻ്റെ നടുക്കത്തെ ആ തണ്ടും പൂമ്പൊടിയൊക്കെയുള്ള ആ തണ്ടും കളഞ്ഞിട്ട് ഇതളുകൾ മാത്രമായിട്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാനിവിടെ ഏകദേശം ഒരു 40 ചെമ്പരത്തിപ്പൂ എടുത്തിട്ടുണ്ട്. അപ്പോൾ തലേ ദിവസം കൊഴിഞ്ഞ് വീഴുന്ന ആ പൂവും നമുക്കെടുക്കാം. ഇത് അലോവേര ആണ്. 2 വലിയ തണ്ട് അലോവേര. അതിൻ്റെ സൈഡിലത്തെ മുള്ളും എല്ലാം കളഞ്ഞ് പച്ച നിറത്തിലുള്ള തൊലിയെല്ലാം കളഞ്ഞ് നന്നായിട്ട് 2 പ്രാവശ്യം വെള്ളത്തിൽ കഴുകിയെടുത്ത് അതുകൂടെ നമുക്ക് ഈ ചെരുവത്തിലേക്ക് ചേർക്കാം. ഇത്രയും പൂവുള്ളത് കൊണ്ട് ഞാനൊരു 3 കപ്പ് വെള്ളം 250 മില്ലി കപ്പിൽ 3 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. നമുക്ക് ഇത് ചേർത്ത് നമുക്കിത് അടുപ്പിലേക്ക് വെക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഫ്ലാക്സ് സീഡാണ്. ഫ്ലാക്സ് സീഡ് മുടി വളർച്ചയ്ക്ക് ഒരുപാട് നല്ലതാണ്. അതുപോലെ സ്കിന്നിനും ഒക്കെ നല്ലതാണ്. താരൻ മാറാനും ഒക്കെ വളരെ നല്ലതാണ്. ഫ്ലാക്സ് സീഡ് അല്ലെങ്കിൽ ചണവിത്ത് എന്ന് പറയും. ഇത് നമുക്കൊരു 5 ടേബിൾ സ്പൂണോ 6 ടേബിൾ സ്പൂണോ ചേർക്കാം. ഇത്രയും വെള്ളം ഉള്ളത് കൊണ്ട് അത്രയും നമുക്ക് ചേർക്കാം. ഫ്ലാക്സ് സീഡും കൂടി ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് നമുക്കിത് അടുപ്പിലേക്ക് വയ്ക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി ഇത് തിളപ്പിക്കണം. അപ്പോൾ ഇങ്ങനെ നാച്ചുറലായിട്ട് തയ്യാറാക്കുന്ന ഈ ജെല്ല് നമ്മൾ കെമിക്കലൊക്കെ ചേർത്ത് ഉള്ള ജെല്ലിനെക്കാട്ടി ഏറെ നല്ലതാണ്. നമുക്ക് ഏകദേശം 1 മാസത്തോളം ഈ ജെല്ല് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. അപ്പോൾ കേടാകാതെ ഇരുന്നോളും. അപ്പം ധാരാളം ചെമ്പരത്തിപ്പൂവൊക്കെ ഉള്ളപ്പോൾ അത് കളയാതെ ഇങ്ങനെ ജെല്ല് തയ്യാറാക്കി വെച്ചാൽ വളരെ നല്ലതാണ്. കുട്ടികൾക്കും ഒക്കെ തലയിൽ തേച്ച് കൊടുക്കാനും വളരെ നല്ലതാണ്. അപ്പോൾ നമ്മുടെ ചെമ്പരത്തിപ്പൂവൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇളക്കി കൊടുക്കണം. ഇത് കണ്ടില്ലേ, അതിൻ്റെ കളറ് നന്നായിട്ട് മാറി വരുന്നുണ്ട്. ഞാൻ ഈ കട്ടച്ചെമ്പരത്തി എടുത്തിട്ടുണ്ട്. അതും ഒരു നാടൻ വെറൈറ്റിയാണ്. ഈ പുതിയ വെറൈറ്റി ചെമ്പരത്തി പൂക്കളൊന്നും എടുക്കരുത്. ആ നാടൻ 5 ഇതളുള്ള ചെമ്പരത്തിപ്പൂവും കട്ടച്ചെമ്പരത്തിപ്പൂവും നമുക്ക് എടുക്കാം. അതാണ് ഞാനിതിലേക്ക് എടുത്തിരിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് പതഞ്ഞ് പൊങ്ങി തൂകി വെളിയിൽ വരും. ഫ്ലാക്സ് സീഡും കൂടെ ഉള്ളതുകൊണ്ട് അപ്പോൾ നമ്മൾ തുടരെ ഇളക്കണം. അലോവേര ചേർത്തിട്ടുള്ളത് അലോവേരയും നന്നായിട്ട് ഇതിലേക്ക് ഒന്ന് യോജിക്കണം. അതുകൊണ്ട് നന്നായിട്ട് ഇളക്കി ഒരു 10-15 മിനിറ്റോളം നമ്മളിത് തിളപ്പിക്കണം. അപ്പോൾ അതിൻ്റെ ഓരോ സ്റ്റേജും ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്. നേരത്തെ ഞാനൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഒരു ഡീറ്റെയിൽഡ് വീഡിയോ വേണമെന്ന് പലരും പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ചെമ്പരത്തിപ്പൂവിൻ്റെ ജെല്ലാണിത്. തീർത്തും നാച്ചുറലായിട്ട് ഇൻഗ്രീഡിയൻസ് മാത്രമേ നമ്മളിതിൽ ചേർത്തിട്ടുള്ളൂ. കണ്ടില്ലേ, കളറ് കൂടി വരുന്നുണ്ട്. ഫ്ലാക്സ് സീഡ് ഒന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്ക് നല്ലൊരു ജെൽ ഫോം ആകും. അതുകൊണ്ടാണ് നമ്മൾ ഫ്ലാക്സ് സീഡ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഗമ്മൊക്കെ നമ്മൾ ചേർക്കുന്നതിലും വളരെ നല്ലതാണ് ഈ ഫ്ലാക്സ് സീഡ് ചേർക്കുന്നത്. അപ്പോൾ തുടരെ ഇളക്കി കൊടുക്കണം. നന്നായിട്ട് പതഞ്ഞ് വരും. അപ്പോൾ നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കണം. നല്ല ഉണങ്ങിയ ബോട്ടിലിൽ വേണം നമ്മൾ ഈ ജെല്ല് സൂക്ഷിക്കാനായിട്ട്. അപ്പോൾ കണ്ടില്ലേ, ചെമ്പരത്തിപ്പൂവിൻ്റെ ഇതളൊക്കെ നന്നായിട്ട് വെന്ത് കളറുകൾ മുഴുവനായിട്ട്, കളറും അതിൻ്റെ ആ ഗുണങ്ങൾ മുഴുവനായിട്ട് ഈ വെള്ളത്തിലേക്ക് ആകണം. നന്നായിട്ട് നമുക്ക് ഇളക്കി അതിൻ്റെ ടെക്സ്ചർ മാറണം. നമ്മളിങ്ങനെ വെള്ളം എടുത്തെടുത്ത് കാണിക്കുന്നത് അതിനാണ്. അത് നല്ല കൊഴുത്ത് തിക്കായിട്ട് വരും, നല്ല ജെൽ ഫോമിലായിട്ട് വരും. നമ്മൾ കൈകൊണ്ട് തൊട്ട് കഴിയുമ്പോഴത്തേക്ക് ഒരു ചെറിയ ഒട്ടൽ പോലെ വരും. ആ ഒരു പരുവം വരെ നമ്മൾ തിളപ്പിക്കണം. നന്നായിട്ട് താത്തിങ്ങനെ കൊടുത്ത് തുടരെ ഇളക്കി തിളപ്പിക്കണം. കണ്ടില്ലേ, ഒന്നുകൂടെ കൊഴുത്ത് തിക്കായിട്ട് വരുന്നുണ്ട്.
കുറച്ച് നേരം കൂടെ നമുക്കിത് ഇളക്കി നന്നായിട്ട് തിളപ്പിക്കണം. ഇപ്പോൾ ഒന്നുകൂടെ അതിൻ്റെ ടെക്സ്ചർ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല ഉണങ്ങിയ ഒരു അരിപ്പ, ഉണങ്ങിയ ബൗളിന് മുകളിലേക്ക് നമുക്ക് ഈ ഉണങ്ങിയ അരിപ്പ വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ കുറേശ്ശെ ചെമ്പരത്തി ചെമ്പരത്തി പൂവിൻ്റെ ലിക്വിഡ് നമുക്കിതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇങ്ങനെ തേച്ച് കൊടുക്കണം. അപ്പോഴത്തേക്ക് നന്നായിട്ട് ഇതിൻ്റെ ജ്യൂസ് മുഴുവനായിട്ട് അതിലേക്ക് ആകും. അങ്ങനെ നമുക്ക് ബാക്കിയുള്ള ചെമ്പരത്തിയുടെ ഇത് മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് തേച്ച് ചൂടോടെ തന്നെ നമുക്കിതിലൂടെ അരിച്ചെടുക്കണം. തണുത്ത് കഴിയുമ്പോഴത്തേക്ക് കുറേയൊക്കെ ഒന്ന് കട്ടയായി പോകും. അതുകൊണ്ട് ചൂടോടെ തന്നെ ഇങ്ങനെ അരിപ്പയിലൂടെ അരിച്ചരിച്ച് നമ്മൾ തേച്ച് എടുക്കണം. ഇപ്പം മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് ഒഴിച്ച് ഇത് കണ്ടില്ലേ, നല്ല തിക്കായിട്ടാണ്. അത് കുറച്ചുകൂടെ തണുത്ത് കഴിയുമ്പോൾ ഇതിലും തിക്കായിട്ട് വരും. ഇപ്പം മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് ഒഴിച്ച് പിശുട് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അലോവേര ജെല്ലും ഫ്ലാക്സ് സീഡിൻ്റെയും ചെമ്പരത്തി പൂവിൻ്റെയും എല്ലാം മുഴുവൻ സത്തും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ പിശുട് നമ്മൾ കളയണ്ട. ഇത് തണുത്ത് കഴിയുമ്പം മിക്സിയുടെ ബൗളിലിട്ട് നന്നായിട്ട് അരച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ ഇത് ഫേസ് മാസ്ക് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. കണ്ടില്ലേ, നല്ല തിക്കായിട്ടുള്ള ആ പത എല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട്. ഞാൻ വീഡിയോ എടുക്കുന്നതിനായിട്ട് ആ പത വേറൊരു ബൗളിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കളറ് ശരിക്ക് കാണാനായിട്ടാണ് ഞാൻ ആ പത മാറ്റിയത്. അത് കളയേണ്ട ആവശ്യമില്ല. അതും ഇതിൻ്റെ തന്നെ ഒരുപാട് ഗുണങ്ങളുള്ളതാണ്, അത് കളയരുത്. അതുകൂടെ നമുക്ക് തിരിച്ച് ഇതിനകത്തോട്ട് മിക്സ് ചെയ്ത് വേണം നമ്മൾ നന്നായിട്ട് ഇത് തണുത്ത് കഴിയുമ്പോഴത്തേക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ. അപ്പം അതിൻ്റെ കളറ് കാണാനായിട്ടാണ് ഞാനിങ്ങനെ മാറ്റിയത്. കണ്ടില്ലേ, ഇത് നല്ല തിക്കായിട്ടുള്ള ഇതാണ്. ഇതുകൂടെ നമുക്കിതിലേക്ക് ചേർത്ത് വേണം മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കി ബോട്ടിലിൽ ആക്കാനായിട്ട്. നന്നായിട്ട് ഇത് തണുത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നന്നായിട്ട് വൃത്തിയുള്ള ഉണങ്ങിയ ഒരു ഗ്ലാസ് ബോട്ടിലിലേക്ക് നമുക്കിത് ആക്കാം. ഈ പിശുട് നമ്മൾ കളയരുത്. ഇത് ഒത്തിരി ഗുണമുള്ളതാണ്. ഈ ഫ്ലാക്സ് സീഡും ചെമ്പരത്തിപ്പൂവിൻ്റെ ഇതളും അതുപോലെ അലോവേരായും. ഇപ്പം ഒരുവിധം ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ഗ്ലാസ് ബോട്ടിലാക്കി സൂക്ഷിക്കാം.